ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടിയായിരുന്നു, വചനം ദൈവമായിരുന്നു. അവൻ ആദിയിൽ ദൈവത്തോടു കൂടിയായിരുന്നു. സമസ്തവും അവനിലൂടെ ഉണ്ടായി, ഒന്നും അവനെ കൂടാതെ ഉണ്ടായിട്ടില്ല. അവനിൽ ജീവനുണ്ടായിരുന്നു, ആ ജീവൻ മനുഷ്യരുടെ വെളിച്ചമായിരുന്നു. ആ വെളിച്ചം ഇരുളിൽ പ്രകാശിക്കുന്നു, അതിനെ കീഴടക്കുവാൻ ഇരുളിന് കഴിഞ്ഞില്ല. തൻ്റെ പ്രബോധനങ്ങളാൽ നമ്മെ ജ്ഞാനികളാക്കുന്ന സകലത്തിൻ്റെയും നാഥനായ ദൈവം വാഴ്ത്തപ്പെട്ടവനാകട്ടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ ജീവദായകവും ദൈവീകവുമായ തിരുവചനങ്ങളുടെ മധുരസ്വരം ശ്രവിക്കുന്നതിനും ഗ്രഹിക്കുന്നതിനും ഞങ്ങളുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കണമേ. അങ്ങയുടെ വിശുദ്ധമായ പ്രബോധനത്താൽ ഞങ്ങളെ ജ്ഞാനികളാക്കണമേ. ഞങ്ങളുടെ ഇരുളടഞ്ഞ ജീവിതത്തെ അങ്ങയുടെ വചന വെളിച്ചത്താൽ പ്രകാശിപ്പിക്കണമേ. അങ്ങയുടെ വചനങ്ങളാൽ ഞങ്ങളുടെ മനസ്സിനെ ജ്വലിപ്പിക്കണമേ. ആമേൻ. 25-ാം ദിവസം എഫ്രായിമിനും മനാസയ്ക്കും അനുഗ്രഹം. ഇന്നേ ദിവസം നമ്മൾ ഉൽപ്പത്തിയുടെ പുസ്തകം 47-48 അധ്യായങ്ങൾ, ജോബിൻ്റെ പുസ്തകം 39-40 അധ്യായങ്ങൾ, സങ്കീർത്തനങ്ങളുടെ 16-ാം അധ്യായം എന്നിവ വായിക്കുന്നു. ഫറവോയുടെ കൽപ്പനപ്രകാരം യാക്കോബിനും മക്കൾക്കും ഈജിപ്ത് നാട്ടിലെ മെച്ചപ്പെട്ട ഒരു പ്രദേശം അവകാശമായി നൽകുന്നു. ക്ഷാമം അതിരൂക്ഷമായി തുടരുമ്പോഴും ജോസഫ് ജനങ്ങൾക്ക് ധാന്യവും ഭക്ഷണവും നൽകുന്നു. യാക്കോബിൻ്റെ അന്ത്യാഭിലാഷം ജോസഫിനെ അറിയിക്കുന്നു. ജോസഫിൻ്റെ മക്കളായ എഫ്രായിമിനും മനാസയ്ക്കും യാക്കോബ് അനുഗ്രഹം നൽകുന്നു. ഇക്കാര്യങ്ങൾ നമ്മൾ ഇന്നത്തെ ദിവസം വായിക്കുന്നു. ഉൽപ്പത്തിയുടെ പുസ്തകം 47-ാം അധ്യായം. ഫറവോയുടെ മുന്നിൽ. ജോസഫ് ചെന്ന് ഫറവോയോട് വിവരിച്ചു, എൻ്റെ പിതാവും സഹോദരന്മാരും അവരുടെ ആടുമാടുകളും അവർക്കുള്ള സകലതും കാനാൻ ദേശത്തു നിന്ന് എത്തിച്ചേർന്നിരിക്കുന്നു. അവരിതാ ഗോഷൻ ദേശത്തുണ്ട്. അവൻ തൻ്റെ സഹോദരന്മാർക്കിടയിൽ നിന്ന് 5 പേരെ തിരഞ്ഞെടുത്ത് അവരെ ഫറവോയുടെ മുമ്പിൽ കൊണ്ടുചെന്നു. അവൻ്റെ സഹോദരന്മാരോട് ഫറവോ ചോദിച്ചു, നിങ്ങളുടെ തൊഴിലുകൾ എന്തൊക്കെയാണ്? അവർ ഫറവോയോട് പറഞ്ഞു, അങ്ങയുടെ ദാസർ ഞങ്ങളെപ്പോലെ തന്നെ ഞങ്ങളുടെ പൂർവികരും മൃഗങ്ങളെ മേയ്ക്കുന്നവരാണ്. തുടർന്ന് അവർ പറഞ്ഞു, ഇവിടെ തൽക്കാലവാസത്തിനാണ് ഞങ്ങൾ വന്നിരിക്കുന്നത്. എന്നാൽ കാനാൻ ദേശത്ത് ക്ഷാമം രൂക്ഷമായതുകൊണ്ട് അങ്ങയുടെ ദാസരുടെ കാലിക്കൂട്ടത്തിൽ നിന്ന് തീറ്റയില്ലാതായിരിക്കുന്നു. അതുകൊണ്ട് ഇപ്പോൾ അങ്ങയുടെ ദാസർ ഗോഷൻ ദേശത്ത് കുടിപ്പാർക്കാൻ ദയ ചെയ്യണമേ. അപ്പോൾ ഫറവോ ജോസഫിനോട് ഇപ്രകാരം പറഞ്ഞു, നിന്റെ പിതാവും നിന്റെ സഹോദരന്മാരും നിന്റെ അടുത്തേക്ക് വന്നിരിക്കുകയാണല്ലോ. ഈജിപ്ത് നാട് നിനക്ക് മുമ്പിലുണ്ട്. നാടിൻ്റെ മെച്ചപ്പെട്ട ഭാഗത്ത് നിന്റെ പിതാവിനെയും നിന്റെ സഹോദരന്മാരെയും പാർപ്പിക്കുക. അവർ ഗോഷൻ ദേശത്ത് താമസിക്കട്ടെ. അവരിൽ കാര്യശേഷിയുള്ളവരുണ്ടെന്ന് നിനക്കറിയാമെങ്കിൽ അവരെ എൻ്റെ കന്നുകാലിക്കൂട്ടത്തിൻ്റെ മേലാളന്മാരായി നിയോഗിക്കുക. അതിനുശേഷം ജോസഫ് തൻ്റെ പിതാവായ യാക്കോബിനെ വരുത്തി ഫറവോയുടെ മുമ്പിൽ നിർത്തി. യാക്കോബ് ഫറവോയെ അനുഗ്രഹിച്ചു. താങ്കളുടെ ആയുഷ്കാല സംവത്സരങ്ങൾ എത്രയാണ്? ഫറവോ യാക്കോബിനോട് ചോദിച്ചു. എൻ്റെ ദേശാന്തരവാസകാലം 130 വർഷമാണ്. ഹ്രസ്വമെങ്കിലും ദുരിതപൂർണമായിരുന്നു എൻ്റെ ആയുഷ്കാല സംവത്സരങ്ങൾ. എന്നാൽ എൻ്റെ പിതാക്കന്മാരുടെ ദേശാന്തരവാസകാലത്തിലെ അവരുടെ ആയുഷ്കാല സംവത്സരങ്ങളെ അവ മറികടന്നിട്ടില്ല. ഫറവോയെ അനുഗ്രഹിച്ച ശേഷം യാക്കോബ് ഫറവോയുടെ സന്നിധിയിൽ നിന്ന് പോയി. ഫറവോ കൽപ്പിച്ചതുപോലെ ഈജിപ്ത് നാട്ടിലെ മെച്ചപ്പെട്ട ഒരു പ്രദേശം റംസസ് നാട്ടിൽ അവകാശമായി നൽകി. ജോസഫ് തൻ്റെ പിതാവിനെയും സഹോദരന്മാരെയും അധിവസിപ്പിച്ചു. ജോസഫ് തൻ്റെ പിതാവിനും സഹോദരന്മാർക്കും തൻ്റെ പിതൃഭവനം മുഴുവനും ആശ്രിതരുടെ എണ്ണമനുസരിച്ച് ആഹാരം കൊടുത്തു പോന്നു. ക്ഷാമം രൂക്ഷമാകുന്നു. ക്ഷാമമേറെ രൂക്ഷമായതിനാൽ നാട്ടിലെങ്ങും ആഹാരമില്ലാതായി. ഈജിപ്ത് ദേശവും കാനാൻ ദേശവും ക്ഷാമം മൂലം വലഞ്ഞു. ഈജിപ്ത് ദേശത്തും കാനാൻ ദേശത്തും ലഭ്യമായ പണം മുഴുവൻ അവർ വാങ്ങിയ ധാന്യത്തിന് വിലയായി ജോസഫ് ശേഖരിച്ചു. ആ പണം അവൻ ഫറവോയുടെ ഭവനത്തിലേക്ക് മുതൽ കൂട്ടി. ഈജിപ്ത് ദേശത്തും കാനാൻ ദേശത്തുമുള്ള പണം തീർന്നപ്പോൾ ഈജിപ്തുകാരെല്ലാം ജോസഫിൻ്റെ അടുത്ത് വന്നു പറഞ്ഞു, ഞങ്ങൾക്ക് ആഹാരം തരിക. പണം തീർന്നെന്ന കാരണത്താൽ ഞങ്ങൾ എന്തിന് അങ്ങയുടെ മുമ്പിൽ മരിക്കണം? ജോസഫ് പറഞ്ഞു, പണം തീർന്നെങ്കിൽ നിങ്ങളുടെ കന്നുകാലികളെ തരുവിൻ. നിങ്ങളുടെ കന്നുകാലികൾക്ക് വിലയായി ഞാൻ നിങ്ങൾക്ക് അത് തരാം.
തങ്ങളുടെ കന്നുകാലികളെ അവർ ജോസഫിൻ്റെ അടുത്ത് കൊണ്ടുവന്നു. കുതിരകൾക്കും ആട്ടിൻപറ്റത്തിനും കന്നുകാലിക്കൂട്ടത്തിനും കഴുതകൾക്കും വിലയായി ജോസഫ് അവർക്ക് ആഹാരം കൊടുത്തു. അവൻ അവരുടെ കന്നുകാലികൾക്കെല്ലാം വിലയായി അവർക്ക് ആ വർഷത്തേക്ക് ആഹാരം വിതരണം ചെയ്തു. ആ വർഷം അവസാനിച്ച് 2-ാം വർഷം അവർ അവൻ്റെ അടുത്ത് ചെന്ന് അവനോട് പറഞ്ഞു, പണം തീർന്ന കാര്യം യജമാനിൽ നിന്ന് ഞങ്ങൾ മറച്ചു വയ്ക്കുന്നില്ല. മൃഗസമ്പത്ത് യജമാനൻ്റേതായി. യജമാന സമക്ഷം ഞങ്ങളുടെ ദേഹവും നിലവുമല്ലാതെ ഞങ്ങൾക്കിനി ഒന്നും അവശേഷിക്കുന്നില്ല. ഞങ്ങളെന്തിനു മരിക്കണം? ഞങ്ങളും ഞങ്ങളുടെ നിലവും അങ്ങയുടെ മുമ്പിലുണ്ട്. ആഹാരത്തിന് വിലയായി ഞങ്ങളുടെ നിലം വാങ്ങിയാലും ഞങ്ങളും ഞങ്ങളുടെ നിലവും ഫറവോയ്ക്ക് അടിമകളായിരിക്കും. ഞങ്ങൾ മരിക്കാതെ ജീവിച്ചു പോകാനും നിലം തരിശാകാതിരിക്കാനും വേണ്ടി വിത്ത് തന്നാലും. അങ്ങനെ ജോസഫ് ഈജിപ്തുകാരുടെ നിലം മുഴുവൻ ഫറവോയ്ക്ക് വേണ്ടി വാങ്ങി. എന്തെന്നാൽ ക്ഷാമം തങ്ങളുടെ മേൽ ശക്തി പ്രാപിച്ചപ്പോൾ ഈജിപ്തുകാരെല്ലാവരും തങ്ങളുടെ വയൽ വിറ്റു. അങ്ങനെ നാട് ഫറവോയുടേതായി. ജനത്തെയാകട്ടെ ഈജിപ്തിൻ്റെ അതിർത്തിയുടെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ അവൻ പട്ടണങ്ങളിലേക്ക് ഒഴിപ്പിച്ചു. പുരോഹിതന്മാർക്കായി ഒരു വിഹിതം ഫറവോയിൽ നിന്ന് ഉണ്ടായിരുന്നതിനാൽ പുരോഹിതന്മാരുടെ നിലം മാത്രം അവൻ വാങ്ങിയില്ല. അവരാകട്ടെ ഫറവോ അവർക്ക് നൽകിയിരുന്ന അവരുടെ വിഹിതം ഭക്ഷിച്ചു പോന്നു. അതിനാൽ അവർ തങ്ങളുടെ നിലം വിറ്റില്ല. ജോസഫ് ജനങ്ങളോട് പറഞ്ഞു, നോക്കൂ, ഇന്ന് ഞാൻ നിങ്ങളെയും നിങ്ങളുടെ നിലവും ഫറവോയ്ക്കായി വാങ്ങിയിരിക്കുന്നു. ഇതാ നിങ്ങൾക്കുള്ള വിത്ത്. നിങ്ങൾക്ക് നിലം വിതയ്ക്കാം. വിളവുണ്ടാകുമ്പോൾ 5-1 നിങ്ങൾ ഫറവോയ്ക്ക് കൊടുക്കണം. 4 ഭാഗം നിങ്ങൾക്ക് വയൽ വിത്തിനും നിങ്ങളുടെ ഭക്ഷണത്തിനുമാണ്, നിങ്ങളുടെ വീട്ടിലുള്ളവരുടെയും നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെയും ഭക്ഷണത്തിന് വേണ്ടിയുള്ളത്. അവർ പറഞ്ഞു, അങ്ങ് ഞങ്ങളുടെ ജീവൻ കാത്തു. ഞങ്ങൾ യജമാനൻ്റെ ദൃഷ്ടികളിൽ പ്രീതി കണ്ടെത്തട്ടെ. ഞങ്ങൾ ഫറവോയ്ക്ക് അടിമകളായിരിക്കും. അങ്ങനെ ജോസഫ് ഈജിപ്തിലെ നിലം സംബന്ധിച്ച് ഇന്നും പ്രാബല്യത്തിലുള്ള 5-1 ഫറവോയ്ക്ക് എന്ന നിയമം നടപ്പാക്കി. പുരോഹിതന്മാരുടെ നിലം മാത്രം അവരുടേത് മാത്രമായി, അത് ഫറവോയുടേതായില്ല. യാക്കോബിൻ്റെ അന്ത്യാഭിലാഷം. ഇസ്രായേൽ ഈജിപ്ത് നാട്ടിലെ ഗോഷൻ ദേശത്ത് പാർത്തു. അവർ അതിൽ അവകാശം സ്ഥാപിച്ചു, ഏറെ പെറ്റുപെരുകുകയും ചെയ്തു. യാക്കോബ് ഈജിപ്ത് നാട്ടിൽ 17 വർഷം ജീവിച്ചു. യാക്കോബിൻ്റെ ആയുഷ്കാലം 147 വർഷമായിരുന്നു. ഇസ്രായേലിൻ്റെ മരണത്തിനുള്ള ദിവസങ്ങളടുത്തപ്പോൾ അദ്ദേഹം തൻ്റെ മകൻ ജോസഫിനെ വിളിച്ച് അവനോട് പറഞ്ഞു, ഞാൻ നിൻ്റെ ദൃഷ്ടികളിൽ പ്രീതി കണ്ടെത്തിയെങ്കിൽ നിൻ്റെ കൈ എൻ്റെ തുടയുടെ കീഴിൽ വെച്ചാലും എന്നോട് കരുണയോടെയും വിശ്വസ്തയോടെയും പ്രവർത്തിക്കണം. ദയചെയ്ത് എന്നെ ഈജിപ്തിൽ സംസ്കരിക്കരുത്. ഞാൻ എൻ്റെ പിതാക്കന്മാരോടൊപ്പം കിടക്കുമ്പോൾ എന്നെ ഈജിപ്തിൽ നിന്ന് സംവഹിച്ച് അവരുടെ കുഴിമാടത്തിൽ സംസ്കരിക്കണം. അവൻ പറഞ്ഞു, അങ്ങയുടെ വാക്കുപോലെ ഞാൻ ചെയ്തു കൊള്ളാം. എന്നോട് ശപഥം ചെയ്യുക. അദ്ദേഹം പറഞ്ഞു. അവൻ അദ്ദേഹത്തോട് ശപഥം ചെയ്തു. അപ്പോൾ ഇസ്രായേൽ കട്ടിൽ തലയ്ക്കൽ കുമ്പിട്ടു. അധ്യായം 48. എഫ്രായിമിനും മനാസയ്ക്കും അനുഗ്രഹം. കാര്യങ്ങൾക്ക് ശേഷം ജോസഫിനോട് ഒരാൾ പറഞ്ഞു, ഇതാ നിൻ്റെ പിതാവ് രോഗിയാണ്. അപ്പോൾ അവൻ തൻ്റെ 2 പുത്രന്മാരെ മനാസയെയും എഫ്രായിമിനെയും കൂടെ കൊണ്ടുപോയി. അവൻ യാക്കോബിനെ അറിയിച്ചുകൊണ്ട് പറഞ്ഞു, ഇതാ അങ്ങയുടെ മകനായ ജോസഫ് അങ്ങയുടെ അടുത്തേക്ക് വരുന്നു. അപ്പോൾ ഇസ്രായേൽ ശക്തി സംഭരിച്ച് കിടക്കയിൽ എഴുന്നേറ്റിരുന്നു. യാക്കോബ് ജോസഫിനോട് പറഞ്ഞു, കാനാൻ ദേശത്തുള്ള ലൂസിൽ വെച്ച് എൽ ഷദായി എനിക്ക് പ്രത്യക്ഷപ്പെട്ട് എന്നെ അനുഗ്രഹിച്ചു. അവിടുന്ന് എന്നോട് അരുൾ ചെയ്തു, ഇതാ ഞാൻ നിന്നെ സന്താനപുഷ്ടിയുള്ളവനാക്കി വർദ്ധിപ്പിക്കും. നിന്നെ ഞാൻ ജനങ്ങളുടെ ഒരു സമൂഹമാക്കും. നിനക്ക് ശേഷം നിൻ്റെ സന്തതിക്ക് നിത്യാവകാശമായി ഈ നാട് ഞാൻ നൽകും. ഞാൻ ഈജിപ്തിൽ നിൻ്റെ അടുത്തെത്തുന്നതിന് മുമ്പ് നിനക്ക് ഈജിപ്ത് നാട്ടിൽ ജനിച്ച നിൻ്റെ പുത്രന്മാരിരുവരും എഫ്രായിമും മനാസയും ഇപ്പോൾ എൻ്റേതാണ്. റൂബനും ശെമിയോനും എന്ന പോലെ അവർ എൻ്റേതായിരിക്കും. അവർക്ക് ശേഷം നീ ജനിപ്പിക്കുന്ന നിൻ്റെ സന്താനങ്ങൾ നിൻ്റേതായിരിക്കും. അവർ തങ്ങളുടെ അവകാശത്തിൽ തങ്ങളുടെ സഹോദരന്മാരുടെ പേരിലായിരിക്കും അറിയപ്പെടുന്നത്. ഞാൻ പാതാനിൽ നിന്ന് പോരുമ്പോൾ വഴിക്ക് കാനാൻ ദേശത്ത് വെച്ച് എഫ്രാത്തിയയിലെത്താൻ ഒരു കിബ്ര ദൂരം കൂടി ഉണ്ടായിരുന്നപ്പോൾ റാഹേൽ എൻ്റെ മേൽ ചാഞ്ഞു മരിച്ചു. എഫ്രാത്തായിലേക്കുള്ള, അതായത് ബേത്ലഹേമിലേക്കുള്ള വഴിയിൽ ഞാൻ അവളെ സംസ്കരിച്ചു. ജോസഫിൻ്റെ പുത്രന്മാരെ കണ്ടപ്പോൾ ഇസ്രായേൽ ചോദിച്ചു, ഇവർ ആരാണ്? ജോസഫ് തൻ്റെ പിതാവിനോട് പറഞ്ഞു, ഇവിടെ വെച്ച് ദൈവം എനിക്ക് തന്ന എൻ്റെ മക്കളാണിവർ. അദ്ദേഹം പറഞ്ഞു, ഞാൻ അവരെ അനുഗ്രഹിക്കേണ്ടതിന് അവരെ എൻ്റെ അടുക്കൽ കൊണ്ടുവന്നാലും.
പ്രായം കൊണ്ട് കണ്ണുകൾ വീങ്ങിയിരുന്നതിനാൽ ഇസ്രായേലിന് കാണാൻ കഴിയുമായിരുന്നില്ല. അദ്ദേഹത്തിൻ്റെ അടുത്ത് അവൻ അവരെ കൊണ്ടുചെന്നു. അദ്ദേഹം അവരെ കെട്ടിപ്പിടിച്ച് ചുംബിച്ചു. ഇസ്രായേൽ ജോസഫിനോട് പറഞ്ഞു, നിന്റെ മുഖം കാണുമെന്ന് ഞാൻ വിചാരിച്ചിരുന്നില്ല. എന്നാൽ ഇതാ, നിന്റെ സന്തതിയെ കൂടി ദൈവം എന്നെ കാണിച്ചിരിക്കുന്നു. അപ്പോൾ ജോസഫ് അവരെ അദ്ദേഹത്തിൻ്റെ മുട്ടുകളിൽ നിന്ന് മാറ്റിയിട്ട് നിലംപറ്റെ തൻ്റെ മുഖം കുനിച്ചു. പിന്നെ ജോസഫ് ഇരുവരെയും, എഫ്രായിമിനെ തൻ്റെ വലത്തു കൈകൊണ്ട് ഇസ്രായേലിനെ ഇടത്ത് കൈക്ക് നേരെയും മനാസയെ തൻ്റെ ഇടത്ത് കൈകൊണ്ട് ഇസ്രായേലിൻ്റെ വലത്തു കൈക്ക് നേരെയും നിർത്തി അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് കൊണ്ടുചെന്നു. എന്നാൽ ഇസ്രായേൽ തൻ്റെ കൈ പിണച്ച് വലം കൈ ഇളയവനായ എഫ്രായിമിൻ്റെ തലയിലും ഇടം കൈ മനാസയുടെ തലയിലുമാണ് വെച്ചത്. മനാസയായിരുന്നല്ലോ കടിഞ്ഞൂൽപുത്രൻ. അവൻ ജോസഫിനെ അനുഗ്രഹിച്ചുകൊണ്ട് പറഞ്ഞു, എൻ്റെ പിതാക്കന്മാരായ അബ്രാഹവും ഇസഹാക്കും ഏത് ദൈവത്തിൻ്റെ മുമ്പിൽ വ്യാപരിച്ചിരുന്നുവോ അവിടുന്ന് എൻ്റെ ആരംഭം മുതൽ ഇന്നുവരെ എന്നെ മേച്ചിരുന്ന ദൈവം, തിന്മയായ എല്ലാറ്റിലും നിന്ന് എന്നെ വീണ്ടെടുത്ത ദൂതൻ ഈ ബാലന്മാരെ അനുഗ്രഹിക്കട്ടെ. എൻ്റെ നാമവും എൻ്റെ പിതാക്കന്മാരായ അബ്രാഹത്തിൻ്റെയും ഇസഹാക്കിൻ്റെയും നാമവും അവരിലൂടെ വിളിക്കപ്പെടട്ടെ. അവർ ഭൂമധ്യേ പുരുഷാരമായി നിറയട്ടെ. തൻ്റെ പിതാവ് അദ്ദേഹത്തിൻ്റെ വലം കൈ എഫ്രായിമിൻ്റെ തലയിൽ വെച്ചിരിക്കുന്നത് ജോസഫ് കണ്ടു. അവൻ്റെ ദൃഷ്ടികളിൽ അത് അനിഷ്ടകരമായി. എഫ്രായിമിൻ്റെ തലയിൽ നിന്ന് മനാസയുടെ തലയിലേക്ക് അത് മാറ്റുവാൻ അവൻ പിതാവിൻ്റെ കയ്യിൽ കടന്നു പിടിച്ചു. ജോസഫ് തൻ്റെ പിതാവിനോട് പറഞ്ഞു, എൻ്റെ പിതാവേ, അങ്ങനെയല്ല, ഇവനാണല്ലോ ആദ്യജാതൻ. അങ്ങയുടെ വലം കൈ ഇവൻ്റെ തലയിൽ വയ്ക്കണമേ. അവൻ്റെ പിതാവ് നിരസിച്ചുകൊണ്ട് പറഞ്ഞു, എനിക്കറിയാം എൻ്റെ മകനെ, എനിക്കറിയാം. അവനും ഒരു ജനമായി തീരും, അവനും വലിയവനാകും. എന്നാൽ അവൻ്റെ ഇളയ സഹോദരൻ അവനേക്കാൾ വലിയവനാകും. അവൻ്റെ സന്തതിയാകട്ടെ ജനങ്ങളുടെ മഹാഗണവും. അവരെ അനുഗ്രഹിച്ചുകൊണ്ട് ആ ദിവസം അദ്ദേഹം പറഞ്ഞു, നിന്നെക്കൊണ്ട് ഇസ്രായേൽ ഇപ്രകാരം അനുഗ്രഹിക്കും, ദൈവം നിന്നെ എഫ്രായിമിനെ പോലെയും മനാസയെപ്പോലെയും സുസ്ഥാപിതമാക്കട്ടെ. അദ്ദേഹം എഫ്രായിമിനെ മനാസയ്ക്ക് മുമ്പനാക്കി. അത് കഴിഞ്ഞ് ഇസ്രായേൽ ജോസഫിനോട് പറഞ്ഞു, ഞാനിതാ മരിക്കാറായി. ദൈവം നിങ്ങളുടെ കൂടെ ഉണ്ടാകും. അവിടുന്ന് നിങ്ങളെ നിങ്ങളുടെ പിതാക്കന്മാരുടെ നാട്ടിലേക്ക് തിരികെ കൊണ്ടു ചെന്നാക്കും. എൻ്റെ വാളും വില്ലും കൊണ്ട് അമോര്യരുടെ കയ്യിൽ നിന്ന് പിടിച്ചടക്കിയ ഷെക്കേം നിൻ്റെ സഹോദരന്മാർക്കുള്ളതിനേക്കാൾ ഒന്നുകൂടുതലായി നിനക്ക് ഞാൻ തരുന്നു. ജോബിൻ്റെ പുസ്തകം 39-ാം അധ്യായം. വരയാടുകളുടെ പ്രസവകാലം നിനക്കറിയാമോ? മാൻപേടകളുടെ ഈറ്റുനോവ് നീ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അവ മാസങ്ങൾ തികയ്ക്കുന്നത് നിനക്ക് കണക്കുകൂട്ടാമോ? അവയ്ക്ക് പ്രസവിക്കാനുള്ള സമയം നിനക്കറിയാമോ? അവ കുനിഞ്ഞ് തങ്ങളുടെ കുഞ്ഞുങ്ങളെ പ്രസവിക്കുന്നു. അവ തങ്ങളുടെ മറുപിള്ളകൾ പുറന്തള്ളുന്നു. അവയുടെ കുഞ്ഞുങ്ങൾ ഉശിരുള്ളവരായി ധാന്യവയലിൽ പെരുകുന്നു. അവ പിരിഞ്ഞു പോകുന്നു, പിന്നെ അവയ്ക്കായി മടങ്ങി വരുന്നില്ല. കാട്ടുകഴുതയെ ആട്ടിയോടിച്ചതാര്? വനഗർദ്ദത്തിൻ്റെ ചങ്ങലകൾ പൊട്ടിച്ചതാര്? വരണ്ട ഭൂമി അതിൻ്റെ വീടായും ഉപ്പുഭൂമി അതിൻ്റെ വസതികളായും ഞാൻ നൽകി. അത് പട്ടണത്തിൻ്റെ ആരവത്തെ പുച്ഛിക്കുന്നു. തെളിക്കുന്നവൻ്റെ ഒച്ചപ്പാടുകൾ അത് കൂട്ടാക്കുന്നില്ല. മലകളിൽ കണ്ടുകിട്ടുന്നതാണ് അതിൻ്റെ കച്ചി. ഏത് പച്ചപ്പിനു വേണ്ടിയും അത് പരതുന്നു. കാട്ടുപോത്ത് നിന്നെ സേവിക്കാൻ ഇഷ്ടപ്പെടുമോ? നിന്റെ തൊഴുത്തിൽ അത് രാപ്പാർക്കുമോ? കാട്ടുപോത്തിൻ്റെ കയർ അതിനെ ഉഴവുചാലിൽ ബന്ധിക്കുമോ? നിന്റെ പിന്നാലെ അത് താഴ്വാരങ്ങൾ ഉഴുതു നിരപ്പാക്കുമോ? അതിൻ്റെ കരുത്ത് വലുതാകിയാൽ നീ അതിനെ ആശ്രയിക്കുമോ? നിന്റെ ജോലി അതിൻ്റെ പക്കൽ വിട്ടുകൊടുക്കുമോ? അത് നിന്റെ വിത്ത് കൊണ്ടുവരുമെന്നതിൽ, നിന്റെ മെതിക്കളം ശേഖരിക്കുമെന്നതിൽ നീ വിശ്വാസമർപ്പിക്കുന്നുണ്ടോ? കൊക്കിൻ്റെ ചിറകിനും തൂവലിനുമൊപ്പം ഒട്ടകപ്പക്ഷിപ്പിടകളുടെ ചിറക് ആഹ്ലാദപൂർവ്വം ആടുന്നു. അവൾ നിലത്ത് തൻ്റെ മുട്ടകളിടുന്നു. അവൾ ധൂളിയിൽ അവ വിരിയിക്കുന്നു. പാദം അതിനെ ഉടയ്ക്കുമെന്നതും വന്യമൃഗം അതിനെ മെതിക്കുമെന്നതും അവൾ മറക്കുന്നു. അവളുടെ അധ്വാനം പാഴാകും വിധം തൻ്റെ കുഞ്ഞുങ്ങൾ തൻ്റേതല്ലെന്ന മട്ടിൽ കൂസലില്ലാതെ അത് ക്രൂരമായി പെരുമാറുന്നു. എന്തെന്നാൽ ജ്ഞാനം മറക്കാൻ ദൈവം അവൾക്ക് ഇടയാക്കി. ഉൾക്കാഴ്ചയിൽ പങ്കും അവൾക്ക് കൊടുത്തില്ല. ഗർവോടെ ചിറകടിക്കുന്ന സമയത്ത് അവൾ കുതിരയെയും അതിൻ്റെ നീന്താവിനെയും പരിഹസിക്കുന്നു. കുതിരയ്ക്ക് കരുത്ത് കൊടുത്തത് നീയാണോ? അതിൻ്റെ കഴുത്തിൽ സട ധരിപ്പിച്ചത് നീയാണോ? അതിനെ വെട്ടുകിളിയെപ്പോലെ ചാടിക്കുന്നത് നീയാണോ?
അതിൻ്റെ ഹുങ്കാര ഗാംഭീര്യം ഭയാനകം. അവൻ സമതലത്തിൽ മാന്തി ഉല്ലസിക്കുന്നു. ആയുധത്തെ നേരിടാൻ ശക്തിയോടെ പാഞ്ഞു ചെല്ലുന്നു. അവൻ ഭയത്തെ പുച്ഛിക്കുന്നു, സംഭീതനാകുന്നില്ല, വാളിനു മുമ്പിൽ പിന്തിരിയുന്നില്ല. അവൻ്റെ മേൽ ആവനാഴിയും കുന്തത്തിൻ്റെ ലോഹമുനയും ശൂലവും ചിലമ്പുന്നു. ഉഗ്രചലനത്താലും വികാരവിക്ഷോഭത്താലും അവൻ നിലം കപ്പുന്നു. കാഹളം മുഴങ്ങിയത് കാരണം അവൻ അടങ്ങി നിൽക്കില്ല. എപ്പോഴെല്ലാം കാഹളമുണ്ടായാലും അവൻ ശേഷാരവം ഉണ്ടാക്കുന്നു. അവൻ അകലെ വെച്ച് തന്നെ യുദ്ധവും സൈന്യാധിപന്മാരുടെ പോർവിളിയും വിജയാട്ടഹാസവും മണക്കുന്നു. നിന്റെ ഉൾക്കാഴ്ചയിൽ നിന്നാണോ പരുന്ത് പറന്നുയരുന്നതും അതിൻ്റെ ചിറകുകൾ തെക്കോട്ട് വിടർത്തുന്നതും? നിന്റെ വാക്കാലാണോ കഴുകൻ ഉയർന്ന് പൊങ്ങുന്നതും അതിൻ്റെ കൂടുകൂട്ടുന്നതും? അവൻ പാറ വസതിയാക്കുന്നു, പാറ മുനമേലും ഗോപുരത്തിന്മേലും രാപ്പാർക്കുന്നു. അവിടെ നിന്ന് അവൻ ഇര തേടുന്നു. അവൻ്റെ കണ്ണുകൾ ദൂരെ നിന്ന് നിരീക്ഷിക്കുന്നു. അവൻ്റെ കുഞ്ഞുങ്ങൾ രക്തം ഈമ്പിക്കുടിക്കുന്നു. കബന്ധമുള്ളിടത്ത് അവനുമുണ്ട്. ജോബിൻ്റെ പുസ്തകം 40-ാം അധ്യായം. കർത്താവിൻ്റെ ചോദ്യവും ജോബിൻ്റെ ഉത്തരവും. കർത്താവ് ജോബിന് മറുപടി നൽകിയിട്ട് ചോദിച്ചു, സർവശക്തനോട് വാദിക്കുന്നവൻ വഴക്കടിക്കുമോ? ദൈവത്തെ കുറ്റപ്പെടുത്തുന്നവൻ ഉത്തരം നൽകട്ടെ. ജോബ് കർത്താവിനോട് മറുപടിയായി പറഞ്ഞു, ഇതാ ഞാൻ നിസ്സാരനാണ്, അങ്ങയോട് ഞാൻ എന്ത് പ്രതിഭാഷിക്കാനാണ്? ഞാൻ എൻ്റെ കൈ എൻ്റെ വായോട് ചേർക്കുന്നു. ഒരു പ്രാവശ്യം ഞാൻ സംസാരിച്ചു, എന്നാൽ എനിക്ക് മറുപടിയില്ല. 2 തവണയായി, ഇനി ഞാൻ തുടരുകയില്ല. കർത്താവിൻ്റെ 2-ാം ഉദ്ബോധനം. അപ്പോൾ കർത്താവ് ചുഴലിക്കാറ്റിൽ നിന്ന് ജോബിന് ഉത്തരം നൽകി. അവിടുന്ന് അരുൾ ചെയ്തു, ധീരനെ പോലെ നീ നിൻ്റെ അരമുറുക്കുക. ഞാൻ നിന്നോട് ചോദിക്കും, നീ എന്നോട് വിശദീകരിക്കുക. എൻ്റെ ന്യായവിധി നീ അസാധുവാക്കുക തന്നെ ചെയ്യുമോ? നീ നീതിമാനാകേണ്ടതിന് എന്നെ നീ ദുഷ്ടനാക്കുമോ? ദൈവത്തിൻ്റേതുപോലെ ഒരു കരം നിനക്കുണ്ടോ? അവിടുത്തെ പോലെ ഒച്ചയിൽ നീ ഗർജിക്കുമോ? മഹിമയും ഔന്നത്യവും നീ ഭൂഷണമാക്കുക, പ്രതാപവും പ്രാഭവവും അണിയുക. നിന്റെ കോപത്തിൻ്റെ തള്ളലുകൾ ഒഴുക്കിക്കളയുക. ഓരോ അഹങ്കാരിയെയും മനസ്സിലാക്കി അവനെ എളിമപ്പെടുത്തുക. ഓരോ അഹങ്കാരിയെയും മനസ്സിലാക്കി അവനെ വിനീതനാക്കുക. ദുഷ്ടരെ അവരുടെ സ്ഥാനത്ത് തന്നെ ഇടിച്ചു തകർക്കുക. അവരെ ഒന്നടങ്കം പൊടിയിൽ മൂടുക. നിഗൂഢതയിൽ അവരുടെ മുഖം മൂടിക്കെട്ടുക. ഞാനും നിന്നെ അംഗീകരിക്കാം. നിന്റെ വലത്തുകരം നിനക്ക് രക്ഷയേകിയല്ലോ. കണ്ടാലും നിന്നോടൊപ്പം ഞാൻ സൃഷ്ടിച്ച ബെഹേമോത്ത്, അവൻ കാളയെപ്പോലെ പുല്ല് തിന്നുന്നു. കണ്ടാലും അവൻ്റെ ശക്തി അവൻ്റെ അരയിലാണ്, ബലം അവൻ്റെ ഉദരപേശികളിലും. അവൻ തൻ്റെ വാളിനെ ദേവദാരുസമം ഇഷ്ടപ്പെടുന്നു. അവൻ്റെ വൃഷ്ണസ്നായുക്കൾ കെട്ടുപിണഞ്ഞതാണ്. അവൻ്റെ അസ്ഥികൾ പിച്ചളപ്പാത്തികളാണ്. അവൻ്റെ എല്ലുകൾ ഇരുമ്പഴികൾ പോലെയാണ്. ദൈവവഴികളിൽ അവനാണ് കേമൻ. അവൻ്റെ സൃഷ്ടാവാണ് അവന് വാൾ നൽകിയത്. കാരണം മലകളാണ് അവനു വേണ്ടി വിഭവം വഹിക്കുന്നത്. സകല വന്യജീവികളും അവിടെയാണല്ലോ വിഹരിക്കുന്നത്. ഞാങ്ങണയുടെയും ചതുപ്പിൻ്റെയും മറവിൽ താമരകളുടെ കീഴിൽ അവൻ കിടക്കുന്നു. താമരകൾ അവന് മറച്ച് തണൽ നൽകുന്നു. അരുവിയിലെ അരളികൾ അവനെ ചുറ്റി നിൽക്കുന്നു. നോക്കൂ, നദി കവിഞ്ഞൊഴുകിയേക്കാം, എന്നാൽ അവൻ കുലുങ്ങുകയില്ല. ജോർദാൻ അവൻ്റെ വായിലേക്ക് കുത്തിയൊഴുകിയാലും അവൻ കൂസുകയില്ല. അത് കാണുകെ അവൻ അതിനെ പിടിക്കും. കൊളുത്തുകൾ കൊണ്ട് മൂക്കു തുളയ്ക്കും. ലിവിയാഥാനെ ചൂണ്ടയിൽ കുടുക്കി അവൻ്റെ നാക്ക് ഒരു ചരട് കൊണ്ട് വരിഞ്ഞ് അവൻ്റെ മൂക്കിൽ നീ കയറിടുമോ? അവൻ്റെ താടിയിൽ നീ ചൂണ്ട കോർക്കുമോ? അവൻ നിന്റെ നേർക്ക് യാചനകൾ ചൊരിയുമോ? അവൻ നിന്നോട് അനുനയങ്ങൾ സംസാരിക്കുമോ? അവൻ നീയുമായി ഉടമ്പടി ചെയ്യുമോ? അവന് നീ എന്നേക്കും ദാസനായി സ്വീകരിക്കുമോ? ഒരു പക്ഷി എന്ന പോലെ അവനുമായി നീ കളിക്കുമോ? നിന്റെ വൃത്തികൾക്ക് വേണ്ടി നീ അവനെ കെട്ടിയിടുമോ? ഇടപാടുകാർ അവനു വേണ്ടി വിലപേശുമോ? അവർ അവനെ കച്ചവടക്കാർക്കിടയിൽ പകുത്തു നൽകുമോ? നീ അവൻ്റെ തൊലി ചാട്ടുളികൾ കൊണ്ടും തല മീൻശൂലം കൊണ്ടും നിറയ്ക്കുമോ? അവൻ്റെ മേൽ നിന്റെ കൈപ്പത്തി വയ്ക്കുക, യുദ്ധം അനുസ്മരിക്കുക, നീ അത് ആവർത്തിക്കുകയില്ല. സങ്കീർത്തനങ്ങൾ 16. ദൈവം എൻ്റെ അവകാശം. ദാവീദിൻ്റെ സുവർണഗീതം. ദൈവമേ, എന്നെ കാത്തുകൊള്ളണമേ, ഞാൻ അങ്ങയിൽ അഭയം തേടുന്നു. കർത്താവിനോട് ഞാൻ പറഞ്ഞു, അങ്ങാണ് എൻ്റെ നാഥനും എൻ്റെ നന്മയും, അങ്ങേക്കുപരിയായി മറ്റാരുമില്ല.
ഭൂമിയിലെ വിശുദ്ധരോ അവരാണ് മഹാന്മാർ. എൻ്റെ പ്രീതി മുഴുവൻ അവരിലാണ്. മറ്റൊരുവനെ അനുഗമിക്കുന്നവരോ തങ്ങളുടെ ദുരിതങ്ങൾ വർദ്ധിപ്പിക്കുന്നു. രക്തം കൊണ്ടുള്ള അവരുടെ പാനീയയാഗം ഞാൻ നിവേദിക്കുകയില്ല. അവരുടെ നാമങ്ങൾ ഞാൻ ഭാഷണ വിഷയമാക്കുകയില്ല. കർത്താവാണ് എനിക്ക് നിശ്ചയിക്കപ്പെട്ട ഓഹരിയും എൻ്റെ പാനപാത്രവും. എൻ്റെ ഭാഗധേയം അങ്ങയുടെ കരങ്ങളിലാണ്. അഭികാമ്യമായവയിൽ എനിക്കുള്ള അളവ് ചരടുകൾ വീണിരിക്കുന്നു. അതെ, എൻ്റെ അവകാശം സുന്ദരമായിരിക്കുന്നു. എനിക്ക് ഉപദേശം നൽകുന്ന കർത്താവിനെ ഞാൻ വാഴ്ത്തുന്നു. രാത്രികളിലും എൻ്റെ അന്തരംഗം എനിക്ക് ശിക്ഷണം നൽകുന്നു. കർത്താവിനെ ഞാൻ എപ്പോഴും എൻ്റെ മുമ്പിൽ പ്രതിഷ്ഠിച്ചിരിക്കുന്നു. അവിടുന്ന് എൻ്റെ വലത്തുഭാഗത്തുള്ളതുകൊണ്ട് ഞാൻ കുലുങ്ങുകയില്ല. അതിനാൽ എൻ്റെ ഹൃദയം സന്തോഷിക്കുകയും എൻ്റെ അന്തരംഗം ആനന്ദം കൊള്ളുകയും ചെയ്യുന്നു. എൻ്റെ ശരീരവും സുരക്ഷിതമായി വസിക്കുന്നു. തീർച്ചയായും അങ്ങൻ്റെ ആത്മാവിനെ പാതാളത്തിൽ ഉപേക്ഷിക്കുകയില്ല. അങ്ങയുടെ ഭക്തനെ ആഴം കാണാൻ വിട്ടുകൊടുക്കുകയുമില്ല. അങ്ങ് എന്നെ ജീവൻ്റെ മാർഗം അറിയിക്കുന്നു. അങ്ങയുടെ സാന്നിധ്യത്തോടൊപ്പം സന്തോഷങ്ങളുടെ സമൃദ്ധിയുണ്ട്. അങ്ങയുടെ വലതുഭാഗത്ത് അഭികാമ്യമായവ എപ്പോഴുമുണ്ട്.